ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ? അക്കാര്യത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. നേരത്തെ ഈ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്ന പോലീസ് 2 സ്ഥലങ്ങളിൽ വെച്ച് പിടിപ്പിച്ചു എന്നുള്ളതായിരുന്നു മൊഴി. ഒന്ന് കൊച്ചിയിലെ മരട് മുകേഷിന്റെ വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു. രണ്ടാമത് മറ്റൊരു സിനിമാ ചിത്രീകരണത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരിയിൽ വെച്ച് പീഡനം നടന്നു എന്നും പരാതിക്കാർ പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള തെളിവുകളും പോലീസ് ശേഖരിച്ചിരുന്നു. അത് വെച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലാണ് നടന്നത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലായിരുന്നു മുകേഷിന്റെ ചോദ്യം ചെയ്യൽ അഭിഭാഷകന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് ഈ കേസിൽ മുകേഷിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. അതിനുശേഷം അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടുകയായിരുന്നു. മുൻകൂർ ജാമ്യം കിട്ടിയതിനാൽ നടൻ മുകേഷ് ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം തിരികെ മടങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 3 മണിക്കൂറിൽ കൂടുതലായി അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുകയായിരുന്നു. കൊച്ചിയിലെ എത്തിയ അദ്ദേഹത്തെ ചോദ്യം ചെയ്തതിനു ശേഷം ചോദ്യം ചെയ്യലിന് ശേഷം മടങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അരുൺ ശങ്കർ തുടരുന്നുണ്ട്. അരുൺ, എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പരാതിക്കാരി പറഞ്ഞിരുന്നത്, പരാതിയായി നൽകിയിരുന്നത്? ഇത് ഏതൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ ചോദ്യം ചെയ്യലും തുടർന്നുള്ള അറസ്റ്റും ഉണ്ടായിട്ടുള്ളത്? വിശദാംശങ്ങൾ പറയുക. നമുക്കറിയാം, ഈ പരാതിക്കാരി പരസ്യമായിട്ട് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് മുകേഷിനെതിരായുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. പ്രധാനമായിട്ടും അമ്മയിൽ അംഗത്വം വാങ്ങി നൽകാമെന്നുള്ള ഒരു കാര്യം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് തന്നെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി, മരടിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. അതോടൊപ്പം തന്നെ വടക്കാഞ്ചേരിയിൽ വെച്ച് നടന്ന സിനിമാ ചിത്രീകരണത്തിൻ്റെയും പീഡനം ഉണ്ടായി എന്നുള്ള രണ്ടാമതൊരു പരാതി കൂടി അവർ നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഈ കേസിലാണ് മുകേഷിനെ ഇപ്പോൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. പരാതിക്കാരിയുടെ മൊഴി സംബന്ധിച്ചുള്ള സംശയങ്ങൾ മുകേഷ് മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിൽ കോടതി ഉന്നയിച്ചിരുന്നു. അക്കാര്യങ്ങളൊക്കെ ഈ കേസിനെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിയമവിദഗ്ധർ വിലയിരുത്തുന്നത്. എന്തായാലും മുകേഷിൻ്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തി അതിനുശേഷം ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ്. എന്തായാലും ഇനി തുടർ നടപടികൾ എന്ന് പറയുന്നത് ഈ മുകേഷ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം അല്ലെങ്കിൽ അതിൻ്റെ പരിശോധനകൾ ഉണ്ടാകും. ഈ മൊഴിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ അക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ട് മുകേഷിനെ വീണ്ടും വിളിപ്പിക്കാനുള്ള സാധ്യതയും ഉണ്ട്. എന്തായാലും ആദ്യമായിട്ടാണ് മുകേഷ് ഈ കേസിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരായിരിക്കുന്നത്. ഇന്ന് മുകേഷ് നൽകിയിട്ടുള്ള ഉത്തരങ്ങളുടെ പരിശോധന ഉണ്ടാകും. അതിനുശേഷം പൊരുത്തക്കേടുകൾ തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും അന്വേഷണ സംഘം മുകേഷിനെ വിളിച്ചു വരുത്താനാണ് സാധ്യത. അല്പസമയം മുമ്പാണ് മുകേഷ് ചോദ്യം ചെയ്യൽ വിധേയനായ ശേഷം പുറത്തേക്ക് പോയത്. അപ്പോൾ നമ്മൾ ഈ അറസ്റ്റിൻ്റെ കാര്യം ഉൾപ്പെടെയുള്ളവ ചോദിച്ചിരുന്നു. പക്ഷേ ഒന്നും പ്രതികരിക്കാൻ മുകേഷ് തയ്യാറായിരുന്നില്ല. രാവിലെയും സമാനമായ സമീപനമായിരുന്നു മുകേഷിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് ഈ കോസ്റ്റൽ പോലീസ് ആസ്ഥാനത്തേക്ക് എത്തുമ്പോൾ മുകേഷ് ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളും നടത്തിയിരുന്നില്ല. അത് മാത്രമല്ല, മുകേഷ് 3 തവണ ഈ ഓഫീസിന് അടുത്ത് എത്തി മാധ്യമങ്ങളുടെ സാന്നിധ്യം കണ്ട് തിരികെ പോയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം വീണ്ടും ഈ പോലീസ് ആസ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരായി 10:15 കൂടിയാണ് മുകേഷ് എത്തിയത്. അതിനുശേഷം ഏകദേശം 3 മണിക്കൂർ 10:15 മുതൽ ഏകദേശം 1:15 വരെ ചോദ്യം ചെയ്യൽ നടന്നു. അതിനുശേഷമാണ് അന്വേഷണ സംഘം മുകേഷിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും തുടർന്ന് മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട് ജാമ്യത്തിൽ വിടുകയും ചെയ്തിരിക്കുന്നത്. അഭിഭാഷകരോ മറ്റോ പ്രതികരിക്കാൻ തയ്യാറായോ അരുൺ ശങ്കർ? മുകേഷിനോടൊപ്പം തന്നെ അഭിഭാഷകർ ഉണ്ടായിരുന്നു, അഡ്വക്കേറ്റ് ജിയോ പോൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ചോദ്യം ചെയ്യലിന് ശേഷം ജിയോ പോൾ പ്രതികരിച്ചിട്ടില്ല. മുകേഷിൻ്റെ വാഹനത്തിൽ തന്നെ ജിയോ പോൾ കയറിപ്പോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ തിരക്കിൽ അദ്ദേഹത്തിനോട് ചോദിക്കാമെങ്കിൽ നമ്മൾ ആ തിരക്ക് വന്ന സമയത്ത് മുകേഷിനോട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ അഭിഭാഷകനോട് നമുക്ക് ചോദിക്കാൻ കഴിഞ്ഞില്ല. ഒരു പക്ഷേ അടുത്ത മിനിറ്റുകളിൽ തന്നെ അഭിഭാഷകൻ്റെ പ്രതികരണം ഇക്കാര്യത്തിൽ നമുക്ക് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഈ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ
മൊഴികൾ രേഖപ്പെടുത്തുകയും പരാതിക്കാരിയുടെ പരാതി വിശദമായി പരിശോധിക്കുകയും ഒക്കെ ചെയ്ത ശേഷം ഇനി ഇതിൽ പൊരുത്തക്കേടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ആദ്യം പരാതിക്കാരുടെ പൂർണ്ണമായുള്ള മൊഴി രേഖപ്പെടുത്തി, 2 തവണയോളം പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തി. അതുമാത്രമല്ല ഈ കുറ്റകൃത്യം നടന്നു എന്ന് പറയുന്ന സ്ഥലങ്ങളിലെത്തിച്ച് തെളിവ് ശേഖരിച്ചിരുന്നു. അതിനുശേഷമാണ് മുകേഷിന് അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി നോട്ടീസ് നൽകിയത്. നേരത്തെ മുൻകൂർ ജാമ്യം അനുവദിച്ചതിന് ശേഷം അതിനെതിരെ അപ്പീൽ നൽകണമെന്നുള്ള കാര്യത്തിൽ അന്വേഷണ സംഘം പരിശോധന നടത്തി. പക്ഷേ ഈ അപ്പീൽ നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയായിരുന്നു. അതിനുശേഷമാണ് മുകേഷിന് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായി എഴുതി തയ്യാറാക്കിയ ചോദ്യാവലിയായിരുന്നു മുകേഷിന് മുന്നിൽ വെച്ചത്. അതിനുള്ള ഉത്തരവ് മുകേഷ് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ ഉത്തരങ്ങളിലെ പൊരുത്തക്കേടുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള പരിശോധന ഇനി അന്വേഷണ സംഘം നടത്തും. അതിനുശേഷം ആ പൊരുത്തക്കേടുകളിൽ വ്യക്തവരുത്താൻ ഇനി ഒരിക്കൽ കൂടി മുകേഷിനെ വിളിപ്പിക്കാനുള്ള സാധ്യതയും ഉണ്ട്. പക്ഷേ അത്തരം പൊരുത്തക്കേടുകൾ ഇല്ലെങ്കിൽ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കും. ഈ ആരെങ്കിലും സാക്ഷിയാക്കി ഈ കേസിൽ മൊഴിയെടുക്കണമെന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കുന്നത്. കാരണം മുകേഷ് ഏതെങ്കിലും തരത്തിലുള്ള സാക്ഷികളെ അദ്ദേഹത്തിൻ്റെ വാദം സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് സാക്ഷിമൊഴികളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകളോ മുന്നോട്ട് പുതുതായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അതോടൊപ്പം അതിന് സമാന്തരമായി തന്നെ അക്കാര്യങ്ങളിൽ പരാതിക്കാരിക്ക് എന്ന് പറയാനുള്ളതെന്നുള്ള കാര്യവും പോലീസ്